പൊന്നേറുകുളം ആൽത്തറ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠ ഭക്തിനിർഭരമായി. ഏപ്രിൽ 18 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രം തന്ത്രി പൊതിയിൽ ചേന്നാസ്മന ഗിരീശൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ആചാര്യവരണത്തോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 6 ദിവസങ്ങളിലായിട്ടായിരുന്നു ധ്വജപ്രതിഷ്ഠ കലശമായി നടത്തിയത്. 19 ഞായറാഴ്ച പ്രായശ്ചിത്ത ഹോമം, വൈകിട്ട് 5 മണിക്ക് പതിവ് പൂജകൾക്ക് പുറമെ മുളപൂജ, അത്താഴപൂജ എന്നിവയും ഔഷധ തൈലം വിൽപ്പനയുടെ വിതരണവും ഉണ്ടായി. 3-ാം ദിവസമായ ഏപ്രിൽ 20 തിങ്കളാഴ്ച രാവിലെ 5 മണിക്ക് തത്വകലശാഭിഷേകം, വൈകിട്ട് 5 മണിക്ക് ബ്രഹ്മകലശ പൂജ എന്നിവയും 4-ാം ദിവസമായ 21-ാം തീയതി രാവിലെ 5 മണിക്ക് പരികലശാഭിഷേകം, വൈകിട്ട് 5-ന് വാഹന പരിഗ്രഹം എന്നിവയും നടത്തി. 5-ാം ദിവസമായ 22-ാം തീയതി ബുധനാഴ്ച ശയ്യാപൂജ, അഗ്നിജനനം, കുംഭദേശകർക്കരി കലശപൂജ, വാഹന കലശപൂജ, ദിക്പാലക കലശപൂജ, മണ്ഡലപൂജ എന്നിവയും വൈകിട്ട് 6:30-ക്ക് ദീപാരാധനയ്ക്കു ശേഷം ബിംബോദ്ധാരം, ബിംബശുദ്ധി, ധ്വജനിവാസം, അനിവാസഹോമം എന്നിവയും നടത്തി. ധ്വജപ്രതിഷ്ഠാ ദിവസമായ വ്യാഴാഴ്ച രാവിലെ 5 മണിക്ക് നട തുറന്നതിനു ശേഷം പതിവ് പൂജകൾ, പരികലശാഭിഷേകം എന്നിവയും തുടർന്ന് കലശമെഴുന്നള്ളിപ്പ്. തുടർന്ന് 7:45-നും 8:45-നും മധ്യേ പുണർദം നക്ഷത്രം, ഇടവം രാശി ശുഭമുഹൂർത്തത്തിൽ ഗരുഡധ്വജ വാഹന കലശം, അഷ്ടദിക്പാലക കലശവും അഭിഷേകവും ചെയ്തു പ്രതിഷ്ഠ നടത്തി. തുടർന്ന് പഞ്ചലോഹ കൊടിമരത്തിലേക്ക് മഹാസമർപ്പണം നടത്തിയ ക്ഷേത്രം തന്ത്രി പൊതിയിൽ ചേന്നാസ്മന ഗിരീശൻ നമ്പൂതിരിപ്പാട്, മുഖ്യ ഉപദേഷ്ടാവ് രാജഗോപാലമേനോൻ, പഞ്ചലോഹ കൊടിമര ശില്പി സുരേഷ് മാന്നാർ, കൊടിമരം ശില്പി വിഷ്ണു ആചാര്യ തുടങ്ങിയവരെ ആദരിച്ചു. 2025 ഫെബ്രുവരി 1-നാണ് പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്നും ഒറ്റത്തടി തേക്ക് നിലം തൊടാതെ കൊണ്ടുവന്ന് ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്. 38ഓളം ഔഷധക്കൂട്ടുകളാൽ ഉണ്ടാക്കിയ തൈലത്തിൽ 8 മാസത്തോളം കിടത്തിയ ശേഷമാണ് ആധാരശിലയ്ക്ക് മുകളിൽ സ്ഥാപിച്ചത്. പരിപാടികൾക്ക് ക്ഷേത്രമൂരാളൻ കാട്ടുമാടമ്മന അഭിനവ് അനിൽ നമ്പൂതിരിപ്പാട്, കൊടിമര പ്രതിഷ്ഠാ കമ്മിറ്റി പ്രസിഡന്റ് KB സുകുമാരൻ, സെക്രട്ടറി ശ്യാം പനമുക്കിൽ, കൺവീനർ സുരേഷ് മാമ്പുള്ളി, ട്രഷററും എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായ RS രഞ്ജിത്ത് തുടങ്ങി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും കൊടിമര പ്രതിഷ്ഠാ കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി.